السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين أما بعد. بسم الله الرحمن الرحيم. فإذا فرغت فانصب وإلى ربك فارغب. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജറ 1482 വർഷത്തിന് സ്വാഗതമോദിക്കൊണ്ട് നാം സംഘടിപ്പിച്ച ഒരു വിശിഷ്ട സംഗമത്തിൻ്റെ സമാപ്തിയിലാണ് നാം ഉള്ളത്. അള്ളാഹു ഈ മഹത്തായ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഹിജറ കലണ്ടറിനെ ഹിജറയെ അടിസ്ഥാനമാക്കി ചന്ദ്രമാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കലണ്ടറിൻ്റെ ആവശ്യകതയെയും അതിൻ്റെ പ്രാധാന്യത്തെയും സംബന്ധിച്ച് വളരെ പണ്ഡിതോചിതമായി മതപ്രമാണങ്ങളുടെ പിൻബലത്തോടെ ഡോക്ടർ അബ്ദുൽ ഹഫീദ് നദ്വി സാഹിബ് അവർകളും അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജനാബ് അബ്ദുറഹീം സാഹിബും ഇവിടെ വിശദമായി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും മറ്റു വശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 30 വർഷങ്ങളോളമായി കേരളത്തിൽ ഹിജറ കലണ്ടർ എന്ന ഒരാശയം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏറെക്കുറെയൊക്കെ ജനങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് അറിയുമെങ്കിലും ഇതിൻ്റെ ഒന്നും വിശദാംശങ്ങളെ സംബന്ധിച്ചോ അതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചോ മതപരമായ അതിൻ്റെ മറ്റു വശങ്ങളെ സംബന്ധിച്ചോ ഒന്നും ബോധവാന്മാരല്ല. വളരെ ചെറിയ ഒരു സമൂഹം മാത്രമാണ് ഇന്ന് ഇതോടൊപ്പം പൂർണ്ണമായ അർത്ഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൗത്യവും നമ്മുടെ ഉത്തരവാദിത്വവുമൊക്കെ വളരെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നാം ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി കണ്ട് ഏറ്റെടുത്ത് ഇതിൻ്റെ പ്രചരണ രംഗത്തേക്ക് കടന്നു വരണം. അത് നമ്മളുടെ അടിസ്ഥാന ബാധ്യതകളിൽപ്പെട്ടതാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്താനുള്ളത്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച അള്ളാഹുവിൻ്റെ വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൻ്റെ പ്രബോധനത്തിൻ്റെ വിജയത്തിന് പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനപരമായ വിജയത്തിൻ്റെ 2 ഉപാധികൾ നിർദ്ദേശിച്ചു കൊടുത്തിരുന്നു. ഫൈദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഇതാണ് ഇതിൻ്റെ ഒരു സമാപനമെന്ന നിലയിൽ നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് നമ്മുടെ ഈ ദൗത്യത്തിൻ്റെ കാര്യത്തിലും വളരെ ഊന്നലോടുകൂടി ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. ഒന്ന്, ഫൈദാ ഫറഗത ഫൻസബ്. നിങ്ങൾ ഒന്നിൽ നിന്നും വിരമിച്ചാൽ മറ്റൊന്നിൽ വ്യാപൃതരാകുക. പ്രവർത്തന നൈരന്തര്യം എന്നത് ഒരു പ്രവർത്തനത്തിൻ്റെ, ഒരു ആശയത്തിൻ്റെ, ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന വിജയത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ബാധ്യതയാണ്. ഏതെങ്കിലും സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് അത് വിജയത്തിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തന നൈരന്തര്യം നമ്മളുടെ ഈ മേഖലയിലും നാം പ്രത്യേകം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ വഇലാ റബ്ബിക ഫർഗബ്. നിൻ്റെ നാഥനിൽ നീ പ്രതീക്ഷകൾ അർപ്പിക്കുക. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ വിജയത്തിൻ്റെ 2ാമത്തെ ഒരു ഉപാധിയായി ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ കൊണ്ടുകൊണ്ട് നാം ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു സന്ദേശത്തിൻ്റെ, അതെത്ര ചെറിയ ഒരു സംഗതി എന്ന് തോന്നുമെങ്കിൽ പോലും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നാം ഓരോരുത്തരും നമ്മളുടെ ഒരു ബാധ്യതയായി മനസ്സിലാക്കുകയും ഓരോ പ്രവർത്തകനും അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമാർ രൂപത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരവബോധം ഓരോ പ്രവർത്തകരും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. വിവിധ മേഖലകളിൽ നിന്ന് ഉന്നയിക്കപ്പെടുന്ന ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളും വിമർശനങ്ങളും പലതിനും ഇവിടെ മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കാനും കൃത്യമായ അതിൻ്റെ മറുപടികളൊക്കെ കണ്ടെത്താനും മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും നാം സദാ സന്നദ്ധരാകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭങ്ങളെയൊക്കെ വിജയത്തിലെത്തിക്കുമാറാകട്ടെ. വേണ്ട കരുത്തുറ്റ നല്ല ആസൂത്രണങ്ങൾ കണ്ടെത്താനും നടപ്പിൽ വരുത്താനും
അത് വിജയപ്രദമാക്കി തീർക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന അൻഫുസനാ തഖ്വാഹാ അന്ത ഖൈറു മൻ സക്കാഹാ വഅന്ത വലിയ്യുഹാ വഹ്ദിനാ ഇലാ സവാഇസ് സബീൽ. റബ്ബന തഖബ്ബൽ ദുആഅനാ وسائر أعمالنا تامة إنك على كل شيء قدير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه محمد وآله وصحبه أجمعين. آمين. الحمد لله رب العالمين.